അഞ്ചാം ഘട്ടത്തിൽ 49 സീറ്റുകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത് സംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയ ഘട്ടമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുംബൈ, റായ്ബറേലി, അമേഠി, ഫൈസാബാദ്, ബീഹാറിലെ സരൺ, ഹാജിപൂർ എന്നീ 6 സീറ്റുകളും പ്രസ്റ്റീജ് മണ്ഡലങ്ങളായി കണക്കാക്കപ്പെടുന്നതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 49ൽ 39 സീറ്റുകളും NDA നേടിയപ്പോൾ അതിൽ 32 BJP ഒറ്റയ്ക്ക് നേടുകയുണ്ടായി. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കും വന്ന് 8 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. എന്നിരുന്നാലും ഈ വർഷം ഈ 8 എന്ന കണക്ക് ഇരട്ടിയാകാനാണ് സാധ്യത. ഉത്തർപ്രദേശിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ത്യ പാർട്ടികൾക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനം BJPക്കും അതുപോലെ ഇന്ത്യ മുന്നണിക്കും കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിലുള്ളത്. ഇതിൽ 13 എണ്ണത്തിൽ BJP വിജയിച്ചപ്പോൾ കോൺഗ്രസിന് റായ്ബറേലി സീറ്റ് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ നിലനിർത്താനായത്. എന്നാൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ഈ വർഷം കോൺഗ്രസ് റായ്ബറേലി സീറ്റ് നിലനിർത്തുകയും അമേഠി, ബരാബങ്കി നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച വോട്ട് വിഹിതം നോക്കുമ്പോൾ ആ 2 സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തോടെ അവസാനിക്കുമെങ്കിലും ഉദ്ധവിന്റെ ശിവസേനക്കും ഷിൻഡെയുടെ ശിവസേനക്കും NCP ശരത് ചന്ദ്ര പവാർ വിഭാഗത്തിനും അതുപോലെ NCP അജിത് പവാർ വിഭാഗത്തിനും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആരാണ് യഥാർത്ഥ വ്യാജൻ എന്ന് തീരുമാനിക്കാൻ ഇനിയും 2 ആഴ്ച കാത്തിരിക്കേണ്ടി വരികയാണ്. പശ്ചിമ ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യത്തിന് കാര്യമായ നേട്ടം പ്രതീക്ഷിക്കാനാവില്ല എന്നതാണ് പറയുന്നത്. ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ ഒരു കാലത്ത് ലാലുവിന്റെ ശക്തി കേന്ദ്രമായ സരൺ മണ്ഡലത്തിൽ തങ്ങളുടെ അടിത്തറ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബീഹാറിലെ മിഥിലാഞ്ചൽ ബെൽറ്റിലെ ചില സീറ്റുകൾ NDAക്ക് അനുകൂലമാണ്. ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒഡീഷയിൽ 2019 നേടിയ ലോക്സഭാ സീറ്റുകൾ ഈ ഘട്ടത്തിൽ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ഏതായാലും 5ാം ഘട്ടം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് 49 മണ്ഡലങ്ങളിലും നടക്കുന്നത്. 3 ഘട്ടങ്ങളിലെ തിരിച്ചടി 4ാം ഘട്ടം പരിഹരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും 5ാം ഘട്ടവും അതുപോലെ ഇനിയുള്ള 2 ഘട്ടങ്ങളുമായിരിക്കും രാജ്യം ആര് ഭരിക്കുമെന്നത് തീരുമാനിക്കുന്നത്.